നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ വിദേശത്തും ജിയോ സിം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങളുടെ മൈ ജിയോ ആപ്ലിക്കേഷനിൽ ഇൻ്റർനാഷണൽ റോമിംഗ് സെറ്റിംഗ്സ് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിയോ സിം വിദേശത്തേക്ക് കൊണ്ടുപോയാലും അവിടെയും റേഞ്ച് കാണിക്കുന്നതാണ്. അതല്ല, നിങ്ങൾ ഇൻ്റർനാഷണൽ റോമിംഗ് സെറ്റിംഗ്സ് എനേബിൾ ചെയ്യാതെയാണ് സിം കൊണ്ടുപോകുന്നതെങ്കിൽ വിദേശത്ത് സിം റേഞ്ച് കാണിക്കുന്നതല്ല. പിന്നെ റേഞ്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാർഗം ചെയ്യാം. ഒന്നാമത്തെ മാർഗം, നിങ്ങൾ വിദേശത്തെത്തിയതിന് ശേഷം നിങ്ങളുടെ മൈ ജിയോ ആപ്ലിക്കേഷൻ ലോഗിനെ കിടക്കുന്നുണ്ടെങ്കിൽ, അതായത് നാട്ടിൽ നിന്ന് തന്നെ മൈ ജിയോ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തിരുന്നു കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ റോമിംഗ് സെറ്റിംഗ്സ് എനേബിൾ ചെയ്യാം. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ വീഡിയോക്ക് അവസാനം കാണിക്കുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾ നേരത്തെ മൈ ജിയോ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റേഞ്ച് കാണിക്കാത്തത് കൊണ്ട് തന്നെ വിദേശത്തിരുന്നു കൊണ്ട് മൈ ജിയോ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക മറ്റൊരു മാർഗ്ഗമാണ്, നമുക്ക് ഇൻ്റർനാഷണൽ റോമിംഗ് റീചാർജ് ചെയ്യാം. ഞാൻ ഇവിടെ രണ്ട് പാക്ക് പരിചയപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ പാക്ക് ജിയോ ഗ്ലോബൽ പാക്ക് വിത്തൗട്ട് വൈഫൈ ആണ്. രണ്ടാമത്തെ പാക്ക് ഗ്ലോബൽ പാക്ക് വിത്ത് വൈഫൈ ആണ്. ഈ രണ്ട് പാക്കിൽ ഏത് റീചാർജ് ചെയ്താലും ജിയോ സിം റേഞ്ച് കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കാലം റീചാർജ് ചെയ്യാതെ സിം കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റീചാർജ് ചെയ്താലൊന്നും സിം റേഞ്ച് വരുന്നതല്ല. അല്ലാത്ത പക്ഷം റീചാർജ് ചെയ്ത് അല്പസമയം കഴിഞ്ഞ് ജിയോ റേഞ്ച് വരുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് പാക്കിൻ്റെയും മാറ്റം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് വിദേശത്ത് വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ഗ്ലോബൽ പാക്ക് വിത്ത് വൈഫൈ എന്നുള്ള 1102 റീചാർജ് ചെയ്യാം. വൈഫൈ കണക്ഷൻ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ പാക്ക് വിത്തൗട്ട് വൈഫൈ എന്നുള്ള 1101 രൂപയുടെ റീചാർജ് ചെയ്യാം. രണ്ടും വലിയ മാറ്റമൊന്നുമില്ല, രണ്ടും ആകെ 1 രൂപ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 1102 രൂപയുടെ റീചാർജ് ചെയ്യാനാണ്. ഈ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 28 ദിവസം കാലാവധി ലഭിക്കുന്നതാണ്. 933 രൂപ IR ബാലൻസ് ലഭിക്കുന്നതാണ്. 28 ദിവസമാണ് ഈ പ്ലാനിൻ്റെ കാലാവധി എങ്കിലും 28 ദിവസം കഴിഞ്ഞാലും സിം റേഞ്ച് പോവുകയൊന്നുമില്ല. റേഞ്ച് വരാൻ വേണ്ടി റീചാർജ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. 28 ദിവസം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നോർമൽ റീചാർജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അതായത് വാളിച്ച് റീചാർജ് ചെയ്താൽ മാത്രം മതിയാവുന്നതാണ്. അതിന് പുറമെ ബാലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കോൾ വരും, അങ്ങോട്ട് കോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ SMS-ഉം സെൻഡ് ചെയ്യാൻ സാധിക്കും. വാളിച്ച് റീചാർജ് തീരെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻകമിങ്ങും ഔട്ട്ഗോയിങ്ങും എല്ലാം തന്നെ കട്ടാവുന്നതാണ്. നമ്മൾ സാധാരണ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ 1 മാസത്തേക്കുള്ള വാളിച്ച് റീചാർജോ 2 മാസത്തേക്കുള്ള വാളിച്ച് റീചാർജ് എല്ലാം ചെയ്താൽ നമുക്ക് വിദേശത്തും സാധാരണ പോലെ തന്നെ GSM ഉപയോഗിക്കാം. ഗൂഗിൾ പേ, ഫോൺ പേ, ഫെഡ് മൊബൈൽ തുടങ്ങിയ സർവീസുകൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് SMS പോകേണ്ടതുണ്ട്. അങ്ങോട്ട് SMS പോകാനുള്ള ബാലൻസ് വാണിജ്യ റീചാർജ് പുറമെ ഉണ്ടായിരിക്കേണ്ടതാണ്. സാധാരണ ഒരു SMS-ന് 25 രൂപയാണ് ഈടാക്കാറുള്ളത്. ചില കൺട്രികളിൽ ഇതിൽ മാറ്റം വന്നേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 1102 പാക്കേജ് ആയിരുന്നു. ഈ പാക്കേജ് 28 ദിവസത്തേക്കുള്ള പാക്കേജാണ്. 28 ദിവസം നമുക്ക് ഈ പാക്കേജ് ഉണ്ടെങ്കിൽ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലേക്ക് വിളിക്കാനും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കോൾ വരാനുള്ള തന്നെ 1 രൂപ മാത്രം മതിയാവുന്നതാണ്. വളരെ ചീപ്പായിട്ടുള്ള വളരെ മികച്ച പ്ലാൻ തന്നെയാണിത്. പക്ഷേ ഇതിൻ്റെ കാലാവധി 28 ദിവസം മാത്രമാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഇതേ സെയിം റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബെനിഫിറ്റ്സ് എല്ലാം ലഭിക്കുന്നതാണ്. ഇനി അതാ നമുക്ക് നാട്ടിലേക്ക് കൂടുതൽ വിളിക്കാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാ വാണിജ്യ റീചാർജ് ചെയ്താൽ മതി. SMS പോകണമെന്നുണ്ടെങ്കിൽ SMS പോകാനുള്ള ബാലൻസ് മാത്രം ഉണ്ടായാൽ മതി. ഇനി അതല്ല, ഇൻകമിങ് ഔട്ട് ഗോയിങ് ഒന്നും തന്നെ ആവശ്യമില്ല. ജസ്റ്റ് സിം കട്ടാവാതിരുന്നാൽ മാത്രം മതിയെങ്കിൽ ജസ്റ്റ് 20 രൂപ മാത്രം എപ്പോഴും നമ്മുടെ ബാലൻസായി കീപ്പ് ചെയ്താൽ മതി. ജിയോക്ക് മാത്രമല്ല എല്ലാ സിമ്മുകൾക്കും ഇത് ബാധകമാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് മൈ ജിയോ ആപ്ലിക്കേഷനിൽ ഇൻ്റർനാഷണൽ റോമിംഗ് സർവീസ് എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. നാട്ടിൽ ഇരുന്നു കൊണ്ടോ വിദേശത്ത് മൈ ജിയോ ആപ്ലിക്കേഷൻ ലോഗിൻ ആയി കിടക്കുന്നുണ്ടെങ്കിലോ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, മൈ ജിയോ ആപ്ലിക്കേഷൻ ലോഗിൻ ആണെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ കിടക്കുന്നതിന് മുമ്പായി കൊണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലോ കാണുന്ന ആളുകൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നേരെ വീഡിയോ കിടക്കാം. ഞാനിപ്പോൾ മൈ ജിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലോഗിൻ കിടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നിങ്ങളുടെ മൈ ജിയോ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജിയോ റേഞ്ചും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈ ജിയോ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം OTP ലഭിക്കുകയില്ല. ജിയോ ആപ്ലിക്കേഷൻ ലോഗിനെ കിടക്കുന്നുണ്ടെങ്കിൽ വലത് ഭാഗത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുന്ന പേജിൽ എക്സ്പ്ലോർ ജിയോ എന്നുള്ളതിൻ്റെ താഴെ വ്യൂ മോർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇൻ്റർനാഷണൽ റോമിംഗ് ആക്ടിവേഷൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വന്നിട്ടുള്ള പേജിൽ ആക്ടിവേറ്റ് ഇൻ്റർനാഷണൽ റോമിംഗ് എന്ന് കാണാം. നേരത്തെ ഇൻ്റർനാഷണൽ റോമിംഗ് ആക്റ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇൻ്റർനാഷണൽ റോമിംഗ് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ആക്ടിവേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ യുവർ റിക്വസ്റ്റ് ഫോർ ഇൻ്റർനാഷണൽ റോമിംഗ് ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. അല്പസമയത്തിന് തന്നെ ജിയോയിൽ നിന്നും ഇൻ്റർനാഷണൽ റോമിംഗ് സർവീസ് എനേബിൾ ചെയ്തായിട്ടുള്ള SMS ലഭിക്കുന്നതാണ്. തീരെ റേഞ്ച് കാണിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ റോമിംഗ് സർവീസ് എനേബിൾ ചെയ്ത് അല്പസമയം കഴിഞ്ഞ ശേഷം ഫോൺ ഒന്ന് ഓഫാക്കി ഓണാക്കിയാൽ മതിയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ജിയോ സിം റേഞ്ച് കാണിക്കാത്തവർക്ക് വിദേശത്ത് ഇൻ്റർനാഷണൽ റോമിംഗ് സർവീസ് എനേബിൾ ചെയ്തുകൊണ്ട് സിം റേഞ്ച് വരുത്താൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലോ കാണുന്ന ആളുകൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക.
അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.